നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഞാൻ നല്ലൊരു സ്റ്റോറി ടെല്ലറാണ്. എൻ്റെ കഥ കേൾക്കാതിരിക്കുകയോ കഥയുടെ പകുതി വെച്ച് പോവുകയോ ചെയ്താൽ കഥയുടെ ഉദ്ദേശം മനസ്സിലാവില്ല. കാരണം എൻ്റെ കഥയിൽ അല്പം കാര്യമുണ്ട്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് പഠിപ്പിക്കാൻ കഥ പറയലാണ് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കഥയിലൂടെ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ തീർക്കാം. ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദി അപ്പിയർ. നിങ്ങൾ കണ്ണാടിയിൽ കാണുന്നതിലും എത്രയോ അടുത്താണ് വസ്തുക്കൾ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ ഒബ്ജക്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചത് തന്നെയാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. എന്തൊക്കെയാണ് ഒബ്ജക്ട്സ്? അത് വാഹനങ്ങളാവാം, മനുഷ്യരാകാം, മരങ്ങളാവാം, ലോകത്തുള്ള മറ്റെന്തൊക്കെയോ ആവാം. ഇത് തന്നെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സിൻ്റെ അടിസ്ഥാനവും. അതുകൊണ്ട് പഠിക്കാനും വളരെ എളുപ്പമായിരിക്കും. ഏതൊരു കാര്യം ഉണ്ടാക്കണമെങ്കിലും അതിൻ്റെ പുറകിലൊരു ഡിസൈനുണ്ട്. ആ ഡിസൈനിലൂടെ ഉണ്ടാക്കുന്ന റിയാലിറ്റികളാണ് ഒബ്ജക്ട്സ്. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ ഫോൺ ഉണ്ടാക്കാൻ ഒരു ഡിസൈനുണ്ട്. ആ ഡിസൈനിലൂടെ നമുക്ക് എത്ര വേണമെങ്കിലും ഫോണുകൾ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഫോണിൽ നമ്മളുടെ ഡേറ്റയും ബിഹേവിയറും അല്ലെങ്കിൽ ഫീച്ചേഴ്സും ഇൻബിൽറ്റാണ്. ഡേറ്റയെ നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് പൈത്തണിൻ്റെ മാത്രം അവകാശമല്ല. ഈ കോൺസെപ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് പാരഡൈം അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ടൈപ്പാണ്. ഇത് C++ മുതൽ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കംപ്ലയൻസ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഈ ഫീച്ചേഴ്സ് അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണം അതിലെ കുറച്ച് ക്വാളിറ്റീസാണ്. അതിൽ നമുക്ക് പ്രോഗ്രാമിംഗ് പാരഡൈംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ്, 2 ഫങ്ഷണൽ, 3 ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിനകത്ത് സ്റ്റേറ്റ് എന്താണ്? സ്റ്റേറ്റ് ക്യാൻ ചേഞ്ച്. വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ഡേറ്റയിൽ മാറ്റം വരാം. ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഡെഫിനേഷൻ നമ്മൾ പറയുന്നു ബാലൻസ് ഈസ് ഇക്വൽ ടു 1000. നമ്മൾ വിഡ്രോ ചെയ്യാൻ പറയുന്നു. നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് പറഞ്ഞു കൊടുക്കുന്നു. ബാലൻസിൽ നിന്ന് എമൗണ്ട് കുറയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ ഡേറ്റയും ഫങ്ഷണാലിറ്റിയും ടൈറ്റ്ലി കപ്പിൾഡാണ്. ഇത് ഞാൻ പറഞ്ഞു ബാലൻസ് എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ വേരിയബിളാണ്. ഈ വേരിയബിളിനെ നമുക്ക് എക്സിക്യൂഷൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് തിരുത്തി കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഫങ്ഷണാലിറ്റിക്ക് അറിയത്തില്ല, മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ കിട്ടുന്നത് റോങ് ആൻസർ ആവാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞത് ഇമ്മ്യൂട്ടബിൾ ആണ്. വിശ്വസിക്കാം, ഡേറ്റയിൽ മാറ്റം വരില്ല. പക്ഷേ ഫങ്ഷണാലിറ്റീസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ, ഓരോ ഫങ്ഷണാലിറ്റിക്ക് ഓരോ റിട്ടേൺ സ്റ്റാറ്റസ് ഉണ്ടാവും. ഒരു ഫങ്ഷണാലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉള്ള കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞ ഫങ്ഷണൽ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. അതിൽ ഈ പറഞ്ഞ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഫങ്ഷണാലിറ്റികൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവത്തില്ല. നോളജ് കഴിഞ്ഞ സ്റ്റേറ്റിനെ കുറിച്ച് ഒരു അറിവുണ്ടാവത്തില്ല. ദേ ആർ ഓൾവേസ് ടേക്കിംഗ് ദാറ്റ് ഫ്രം ദി സ്ക്രാച്ച്. അതേപോലെ തന്നെ നമുക്ക് ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം എന്താണ് റിട്ടേൺ ചെയ്യുന്നത്. ചിലപ്പോൾ സ്ട്രിങ് ആവാം, ലിസ്റ്റ് ആവാം, മറ്റൊരു ഫംഗ്ഷൻ ആവാം. അപ്പം റിട്ടേൺ സ്റ്റാറ്റസ് എന്താണ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം അവിടെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതിനകത്ത് ഡേറ്റയും ബിഹേവിയറും ഇൻബിൽറ്റ് ചെയ്ത് ഡിസൈനകത്ത് തന്നെ ബിൽറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ an object knows what they can do and all can be integrated. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ് വരെയും അതിനറിയാം ഏതൊക്കെ സ്റ്റേറ്റിലൂടെ കടന്നു പോയിട്ടാണ് ലാസ്റ്റ് ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ആ എക്സിക്യൂഷൻസ് മുഴുവൻ അതിനകത്ത് നടക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പ് ആദ്യം ക്ലാസ് ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ ഒരു പൈത്തണിൽ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീവേഡ് ഉണ്ട് ക്ലാസ്, അതുപോലെ തന്നെ ക്ലാസ് നെയിം ഉണ്ട്. അപ്പോൾ ക്ലാസ് നമ്മൾ ഫങ്ഷണാലിറ്റി പഠിച്ചു. ഫങ്ഷനിൽ ഡിഫ് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്, ഇവിടെ ക്ലാസ് ഉണ്ട്, ഫങ്ഷൻ നെയിമുണ്ട്, ക്ലാസ് നെയിമുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഫങ്ഷനിനകത്ത് നമ്മൾ ഓരോ വാക്കുകൾ തമ്മിൽ അണ്ടർസ്കോർ ഇട്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. ഫങ്ഷൻ അണ്ടർസ്കോർ നെയിം എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ് നെയിം എന്നുള്ളത് രണ്ടിൻ്റെയും ക്യാപിറ്റലൈസ് ചെയ്തു. ഇതിനെ പാസ്കൽ കോഡിംഗ് എന്നാണ് വിളിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ വി വിൽ മേക്ക് ഇറ്റ് എസ് ക്യാപിറ്റൽ. എന്നാൽ സെപ്പറേഷൻ ഇല്ല, അണ്ടർസ്കോറുകളില്ല. ഈ സെപ്പറേറ്റ് ചെയ്യുന്നത് വാക്കുകളുടെ ആദ്യത്തെ ലെറ്റർ മാത്രമായിരിക്കും. അതിനുശേഷം കോളൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. പാസ്. ഫങ്ഷൻ ഡെഫിനേഷൻ കഴിഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫങ്ഷണാലിറ്റീസ് ഒന്നും വ്യത്യാസപ്പെടുന്ന അണ്ടർസ്കോർ ഉപയോഗിക്കരുത്. ഈ ക്യാപിറ്റലൈസ് പാസ്കൽ കോഡിംഗ് ഉപയോഗിക്കുക. രണ്ടാമത്തെ കേസ് ഇവിടെ പാരാന്തസിസ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു ക്ലാസ് ഡെഫിനിഷൻ. സിൻടാക്സ് ഒബ്ജക്ട്സിൻ്റെ കേസിൽ വരികയാണെങ്കിൽ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റിയാണ്. നിങ്ങൾ കാണുന്ന വസ്തുക്കൾ എന്തൊക്കെയാണോ അതെല്ലാം ഒബ്ജക്ട്സ് ആണ്. എന്നാൽ അതൊരു സർട്ടൺ ഡിസൈനിൽ നിന്നുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റ് റിയാലിറ്റിയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞത് നെയിം ഓഫ് ദി ഒബ്ജക്റ്റ്, എന്താണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒബ്ജക്റ്റ്, ഈക്വൽസ്
എൻ്റെ സിസ്റ്റം ഭയങ്കര സ്ലോ ആണ് കേട്ടോ. നെയിം ഓഫ് ഓബ്ജക്റ്റ് ഈക്വൽസ് എന്താണ്, നെയിം ഓഫ് ദ ക്ലാസ് വിത്ത് എ പാരാന്തസിസ്. ഇതാണ് ഈ പറഞ്ഞ ക്ലാസ്സിൻ്റെ ഈ പറഞ്ഞ ഓബ്ജക്ട്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു പാരാന്തസിസ് ഉപയോഗിക്കരുത്, ഇവിടെ പാരാന്തസിസ് ഉപയോഗിക്കാനും പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് വ്യത്യാസപ്പെടുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഈ പറഞ്ഞ ക്ലാസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിങ് ആണ്, ഡിസൈനിങ് ആണ്. അപ്പോൾ ഡിസൈനിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഒരിക്കലും ആ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേഷനിലേക്ക് വരുവാണെങ്കിൽ അതിനെ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഈ ബിൽഡിംഗ് അല്ലെങ്കിൽ ക്രിയേഷൻ സ്റ്റേജാണ് ഈ പറഞ്ഞ ക്ലാസ് വിത്ത് പാരാന്തസിസ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, ക്ലാസ് അല്ല എക്സിക്യൂട്ട് ആവുന്നത്, വിത്തിൻ ദി ക്ലാസ് എ ഫംഗ്ഷൻ ഈസ് എക്സിക്യൂട്ടഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാരാന്തസിസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ എപ്പോഴും ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള സീൻ ബിഹൈൻഡ് ദ സീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഞാൻ ഇത് ഒരു ഉദാഹരണമാക്കി എടുക്കുകയാണ്. മൈ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ടാക്കി പാരാന്തസിസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ 2 ഫംഗ്ഷനാലിറ്റി എഴുതുകയാണ് അതിനുള്ളിൽ. അതിൽ ഒന്നാമത്തെ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞത് _new എന്ന് പറഞ്ഞിട്ടുള്ള ഇൻബിൽറ്റ് ഫംഗ്ഷനാലിറ്റിയാണ്, പൈത്തൻ്റെ ഫീച്ചറാണ്. ഞാനത് ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അവിടെ ഞാൻ പറയുന്നു ന്യൂ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റിംഗ്. അതിനുശേഷം രണ്ടാമത് ഞാൻ പറയുന്നു ഇനിഷ്യലൈസ് ചെയ്യുന്നു, ദിസ് ഈസ് ദി ഒബ്ജക്റ്റ് വിത്ത് ദ നെയിം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒബ്ജക്റ്റിനുണ്ടാക്കി. ഞാൻ പറഞ്ഞ പോലെ ഒബ്ജക്റ്റിൻ്റെ പേര് ഈക്വൽസ് ക്ലാസിൻ്റെ പേര് എന്താണോ നിങ്ങൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്. ഇതിലേക്ക് നമുക്ക് എത്താം, അത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഞാനൊന്ന് കമൻറ്റ് ചെയ്യാണ്, ഇത് ഞാൻ കമൻറ്റ് ചെയ്യണം, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. ലൈൻ നമ്പർ 32 ഓക്കെ. അപ്പോൾ കണ്ടോ, ന്യൂ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റിംഗ് ഫസ്റ്റ്, ദെൻ അത് പറയുന്നത് ദിസ് ഈസ് ഒബ്ജക്റ്റ് വിത്ത് അബു ഹാരിസ്. എന്ന് വെച്ചാൽ ആദ്യം എക്സിക്യൂട്ട് ആയത് എന്താണ്, ന്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്കൊരു ക്ലാസ് ഉണ്ടാക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. എന്താണ് വേണ്ട, ക്ലാസ് ഫോൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കുന്നു, ഞാൻ കോളൻ ഇടുന്നു. അതിനുശേഷം പറയാണ് മോഡൽ ഈസ് ഈക്വൽ ടു സാംസങ്. അപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ഫോൺ ഉണ്ടാക്കി. ഞാൻ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ് S22. ഞാൻ പറയുന്നു ക്ലാസിൻ്റെ പേര് പാരാന്തസിസ് എന്താണോ വേണ്ട മോഡൽ, ആ മോഡലിൻ്റെ പേര്. എന്ത് മോഡൽ കൊടുക്കണമെന്നില്ല, കാരണം ആർഗ്യുമെൻ്റ് ഒന്നും പാസ് ചെയ്യാൻ പറയുന്നില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എക്സിക്യൂഷൻ നടക്കുന്നു. അപ്പോൾ ചെയ്യുന്നു വെച്ചാൽ ഞാൻ വീണ്ടും പ്രിൻ്റ് ചെയ്യാണ്, പ്രിൻ്റ് S22 പറയാണ്. ദിസ് ഈസ് S22 ഇൻ്റർപ്ലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ S22 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതൊരു ഒബ്ജക്റ്റ് മാത്രമാണ്, കാരണം നമ്മൾ എന്ത് ഒരു ഫംഗ്ഷനാലിറ്റി മാത്രമേ പറഞ്ഞത്, ന്യൂ ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം പൈത്തനകത്ത് നടക്കുന്ന പറഞ്ഞ ഓപ്പറേഷനാണ് ഈ പറഞ്ഞ ന്യൂ. ഇത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ഇത് കൊടുത്താലും ഇല്ലെങ്കിലും വി വിൽ ഗെറ്റ് എൻ ഒബ്ജക്റ്റ്. അപ്പോൾ എന്ത് ചെയ്തു, ഫോൺ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു, ഒരു മെമ്മറിയുടെ അഡ്രസ്സിൽ എവിടെയോ ഉണ്ട് എന്ന് വെച്ചാൽ ക്രിയേറ്റ് ആയി. അപ്പോൾ ക്രിയേഷൻ ഓപ്പറേഷനാണ് ഈ പറഞ്ഞ ന്യൂ എന്ന് പറഞ്ഞത്. ഇത് ബിഹൈൻഡ് ദ സീൻ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് പൈത്തൻ എങ്ങനെയാണ് നമ്മളുടെ മറ്റൊരു ഫംഗ്ഷനാലിറ്റി ഇല്ലെങ്കിലും റൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മളങ്ങനെ ഫംഗ്ഷനാലിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി, അതിനുശേഷം നമ്മൾ ന്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ന്യൂ എഴുതിയത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ പാരാന്തസിസ് വിളിക്കുന്നത്, അതിൻ്റെ പുറകിലൊരു ഫംഗ്ഷനാലിറ്റി എക്സിക്യൂട്ട് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. സോ ദിസ് ഇസ് ബിഹൈൻഡ് ദ സീൻസ്. അപ്പോൾ നമുക്കിത് ഒബ്ജക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ഒബ്ജക്റ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ ഫോൺ ഉണ്ടാക്കുന്നു. അതിന് ഞാൻ പറയണം OS ഉണ്ട്. OS എന്താണ്, ആൻഡ്രോയിഡ് ആണ്. അതിനുശേഷം പറയുന്നു മാനുഫാക്ചറിങ് ഇയർ എന്ന് പറഞ്ഞത് ഞാൻ പറയുന്നു 2017 ആണെന്ന് വെച്ചോ. അപ്പോൾ എനിക്കൊരു ഫോൺ ഉണ്ടായിട്ടുണ്ട്, സാംസങ് വെച്ചിട്ടുള്ളൊരു മോഡൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യുന്നു 2017. അപ്പം ഈ ഇതിനെയാണ് ക്ലാസ് ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുക. ക്ലാസ് ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഡിസൈൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഡിസൈനിൻ്റെ ബ്ലൂ പ്രിൻറ്റ് അല്ലെങ്കിൽ ഡിസൈനിൻ്റെ വേർഷൻ അതെല്ലാം ഫോണിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടാവും. എല്ലാ ഫോണിലേക്കും നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ എപ്പോഴും എല്ലാവർക്കും ഇനി ഉണ്ടാക്കുന്ന എല്ലാവർക്കും ആ സാധനം വേണം, ആ ലേബൽ വേണം. സാംസങ് എന്നുള്ള ലേബൽ വേണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡിൻ്റെ ഏത് വേർഷൻ ആണെങ്കിലും ആ വേർഷൻ ഉണ്ടാവണം എന്ന് വെച്ചാൽ ഇനി അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു അപ്ഡേറ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വരേണ്ട എന്താ,
ഒരു അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് എന്താ മൊത്തം ഫോണും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഉണ്ടാക്കി ഈ ഒരു ഡിസൈൻ വെച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ ഈ ആൻഡ്രോയിഡിൻ്റെ വേർഷൻ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫോണിലേക്കും സെയിം അപ്ഡേറ്റ്സ് വരും. അത് കാരണം എന്ന് വെച്ചാൽ ക്ലാസ് ആട്രിബ്യൂട്ട്സ് ആണ്. ക്ലാസ് ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ അത് വെച്ചിട്ടുണ്ടാക്കി ഏതൊക്കെ ഒബ്ജക്ട്സ് ഉണ്ടാക്കി ആ ഒബ്ജക്ട്സിലേക്കെല്ലാം ഈ പറഞ്ഞ ചേഞ്ചസ് പോകും. അതിനാണ് ക്ലാസ് ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ കേസാണ് ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഓബ്ജക്റ്റ് ആട്രിബ്യൂട്ട്സ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പെസിഫിക് ഫോണിന് മാത്രം നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു മോഡൽ ഉണ്ടെങ്കിൽ ആ മോഡലിലേക്ക് മാത്രം ചില ഫീച്ചേഴ്സ് കയറിപ്പോവും. ഉദാഹരണം നമുക്ക് പറയാം, റാമിലൊരു മാറ്റം വരുത്തണം. ചില ഫോണുകളിൽ സ്റ്റോറേജ് കൂടുതലുള്ളത് കുറവുണ്ട്, ചിലതിൻ്റെ കളർ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെയുള്ള ചില കസ്റ്റം ഫീച്ചേഴ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിലേക്ക് മാത്രം കിട്ടേണ്ട കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഫോൺ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ ഇൻസ്റ്റൻസ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു കസ്റ്റമൈസേഷൻ ഫീച്ചറാണ്. നിങ്ങളുടെ ബ്ലൂ പ്രിൻറ്റിൽ നിന്ന് വരുന്നത് കൂടാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ കസ്റ്റമൈസേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു, ന്യൂ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഒബ്ജക്റ്റ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നിങ്ങളതിനെ കസ്റ്റമൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിന് ക്ലാസിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ പേരൻ്റ് എന്താണോ അത് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ പറഞ്ഞ ഡണ്ടർ ഇനിറ്റ് മെത്തേഡ് എന്ന് വിളിക്കും. ഇനിഷ്യലൈസേഷൻ മെത്തേഡ് എന്നാണ് ഇതിന് വിളിക്കുക. ഈ ഡണ്ടർ മെത്തേഡൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഒരു അഡ്വാൻസ് ഫീച്ചറാണ്. ഇത് ഞാൻ കുറച്ചുകൂടെ അഡ്വാൻസ് സെഷനിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്താണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇനിറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഈ യൂണിറ്റ് മെത്തേഡ് ഈ മെത്തേഡ് ഞാൻ പറയുന്നത് കൺഫ്യൂഷൻ ആണ്ട. ഫംഗ്ഷൻസിനെയാണ് മെത്തേഡ്സ് എന്ന് വിളിക്കുന്നത്. ക്ലാസ്സിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഡേറ്റയെ ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കും, ഫംഗ്ഷൻസിനെ ഈ പറഞ്ഞ മെത്തേഡ്സ് എന്ന് വിളിക്കും. കാരണം ആ ഡിഫറൻഷിയേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് ക്ലാസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഡിഫറൻഷിയേഷൻ. സെയിം സിൻറ്റാക്സ് ആണ്. ഡിഫ് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്, നെയിം ഓഫ് ദി ഫംഗ്ഷൻ ഉണ്ട്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, കോളൻ ഉണ്ട്, എന്താണോ നിങ്ങളുടെ ഡെഫിനേഷൻ അതുണ്ട്. അപ്പോൾ ഇത് പൊതുവേ പറയുന്നത് ഇത് ഫംഗ്ഷൻസ് തന്നെയാണ്. ഫംഗ്ഷൻസ് അറിയുന്നവർക്ക് ഇത് വളരെ എളുപ്പമാണ്. കാരണം ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനുള്ളിൽ ഫംഗ്ഷൻസ് എഴുതി പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനിറ്റ് മെത്തേഡിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനിറ്റ് എന്ന് പറഞ്ഞാൽ കീവേഡ് ഉണ്ട്, അതാണ് നമ്മുടെ ഫംഗ്ഷൻ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ഉണ്ടാക്കുമ്പോൾ ചോദിക്കും നിങ്ങളുടെ കോൺഫിഗറേഷൻ എന്തൊക്കെ വേണം. ആ കോൺഫിഗറേഷൻ സ്പെസിഫിക് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്താൽ മതിയെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഡിഫോൾട്ട് ബിഹേവിയർ വെച്ച് പോകേണ്ടി വരും. ഇതിൽ 2 പാരാമീറ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് സെൽഫ് എന്ന് പറഞ്ഞതും 2 നെയിം എന്ന് പറഞ്ഞ പാരാമീറ്ററും. അപ്പോൾ നെയിം എന്ന് പറഞ്ഞ പാരാമീറ്റർ നമുക്കറിയാം എല്ലാത്തിനും വരുന്നതാണ്. നമുക്ക് എന്ത് പേര് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ പേരിലേക്ക് മാറും. S22 ആണെങ്കിൽ 22, 23 ആണെങ്കിൽ 23, 24 ആണെങ്കിൽ 24. നെയിമിൽ എത്ര മാറ്റം വരുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ഫോൺ മാറിക്കൊണ്ടിരിക്കും. എന്താണ് സെൽഫ്? സെൽഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനകത്തുള്ള ഓബ്ജക്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യാണ് സെൽഫ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ അതെല്ലാം സെൽഫാണ്. ഉദാഹരണം ഞാനിപ്പോൾ പറഞ്ഞു S22 എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടാക്കി. അത് എൻ്റെ ഈ ഫോൺ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സെൽഫ് മെത്തേഡ് ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. ഡെഫ് ഡണ്ട ഇനിറ്റ് വിത്ത് ബ്രാക്കറ്റ് സെൽഫ് നെയിം എന്ന് പറഞ്ഞ പാരാമീറ്റർ ഉണ്ട്, കളർ എന്ന് പറഞ്ഞ പാരാമീറ്റർ ഉണ്ട്. അതേപോലെ ഞാൻ പറയുന്നു സ്റ്റോറേജ് മാറ്റണം, എനിക്ക് സ്റ്റോറേജ് ചേഞ്ച് ചെയ്യണം. കോളനിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു, ഫംഗ്ഷനാണ് ഡെഫിനേഷൻ. അതിനുശേഷം ഞാൻ പറയുന്നു പാസ്. ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ പറയുന്നു സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇവിടെ സെൽഫ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഈസ് ഈക്വൽ ടു S22 ആണ്. സെൽഫിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പൈത്തൺ റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡാണ് സെൽഫ്. ഇതിങ്ങനെ തന്നെ കൊടുക്കണമെന്നൊരു കൺവെൻഷനൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കാം. ഇതൊരു വേരിയബിളാണ്. ആ വേരിയബിളിൻ്റെ വാല്യൂ എന്താണ്? നിങ്ങളുടെ ഓബ്ജക്റ്റിൻ്റെ പേരാണ്. ദാറ്റ്സ് ഓൾ. വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് നെയിം. ഇതാണ് അതിൻ്റെ മീനിങ്. രണ്ടാമതൊന്ന് നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാരാമീറ്ററാണ്. എന്താണ് നിങ്ങൾ കൊടുക്കുന്ന പാരാമീറ്റർ? ആ പാരാമീറ്ററാണ്. നെയിം ഈസ് ഈക്വൽ ടു S22. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പേര്, അപ്പോൾ ഞാൻ പേരിലേക്ക് കരുതുന്നില്ല, ഞാൻ നെയിമും കളയാണ്. കാരണം നമുക്ക് നെയിം ഓൾറെഡി ഉണ്ടല്ലോ, ഒബ്ജക്റ്റിൻ്റെ പേര് തന്നെ നെയിമാണ്. അപ്പോൾ അത് രണ്ടാമത് വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു ഫോൺ ഉണ്ടാക്കുകയാണ്. S22 എന്ന് പറഞ്ഞൊരു ഫോൺ ഉണ്ടാക്കുന്നു. ഫോണിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു ഒബ്ജക്റ്റിനെ ഉണ്ടാക്കുന്നു. ഈ ഡിസൈൻ വെച്ചിട്ട് S22 ഫോൺ ഉണ്ടാക്കി. അപ്പോൾ എന്തൊക്കെ കിട്ടി നമുക്ക്? ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട്സ് കിട്ടി. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പം നമ്മുടെ അടുത്ത് ചോദിക്കും. നമുക്കിപ്പോൾ നോക്കാം.
അപ്പോൾ S22 ഫോൺ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഫോൺ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ പറയുന്നു ഇനിറ്റ് മെത്തേഡ് മിസ്സിംഗ് 2 റിക്വേർഡ് പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് കളർ ആൻഡ് സ്റ്റോറേജ്. നമ്മുടെ അടുത്ത് നേരത്തെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? നമ്മുടെ അടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളുടെ ഇനിറ്റ് മെത്തേഡ് ഇല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇത് കളയാണ്, എന്താ റൺ ചെയ്യുന്ന നോക്കാം. ഇപ്പോൾ അത് ചോദിച്ചിട്ടില്ല, കോഡ് എക്സിക്യൂഷൻ സക്സസ് ആവുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ എപ്പോഴും ഒരു ഫംഗ്ഷനാലിറ്റി വിളിക്കുന്നു, പാരാൻതസിസ് വിളിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ മറ്റൊരു ന്യൂ എന്ന് പറഞ്ഞ മെത്തേഡ് വിളിക്കുന്നുണ്ട്. അതാണ് നമ്മളുടെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഈസ് ഇൻ സം വേ. രണ്ടാമത് നമ്മൾ ഇനിഷ്യലി കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് ഫംഗ്ഷനാലിറ്റി വിളിക്കുന്നുണ്ടെങ്കിൽ ആ കസ്റ്റം ഫംഗ്ഷനാലിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് നിർബന്ധമാണ്. കാരണം അതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്, അടുത്ത ഒബ്ജക്റ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ ഇനിറ്റ് മെത്തേഡ്. ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പുറകോട്ടുള്ള അടുത്ത് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ടൈറ്റ്ലി കപ്പിൾഡ് ആണ് അകത്തുള്ള ഫീച്ചേഴ്സ് ഒബ്ജക്റ്റിനകത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രീവിയസ് സ്റ്റേറ്റിനെ നല്ല രീതിയിൽ അറിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള എക്സിക്യൂഷൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺഫിഗറേഷൻ, ഫോൺ വാങ്ങിച്ചു, ഫോൺ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു പേര് ആഡ് ചെയ്യൂ, കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. നിങ്ങൾ ഇനിഷ്യലൈസേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള ഫോൺ ഓൺ ആവത്തില്ല. നിങ്ങൾക്ക് സിം കാർഡ് ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ സിം കോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നു ഇതിനകത്തുള്ള എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇനിറ്റ് മെത്തേഡ് ഞാൻ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു. വെൻ വി ആർ ക്രിയേറ്റിംഗ് എൻ ഓബ്ജക്റ്റ് ഇറ്റ് വിൽ ഷോ വാട്ട് യു ആൻ ടു ഇനിഷ്യേറ്റ് വിത്ത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫോണിനെ കോൺഫിഗർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നു സെൽഫ് വേണ്ട ഇനി, കാരണം എന്താ സെൽഫ് S22 ആയി മാറി, ഈ വാല്യൂ ഇതായി മാറി. അപ്പോൾ സെൽഫ് വേണ്ട, ഇനി കൊടുക്കേണ്ട എന്താ കളർ കൊടുക്കണം. ഞാൻ പറയുന്നു എനിക്ക് എൻ്റെ സിസ്റ്റം ഭയങ്കര സ്ലോ ആണ്. ഞാൻ പറയുന്നു എനിക്ക് ബ്ലാക്ക് കളർ വേണം. ഭയങ്കര സ്ലോ ആയി. ബ്ലാക്ക് കളർ വേണം. ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നു 256 GB സ്റ്റോറേജ് വേണം. അതിനുശേഷം പറയുന്നു ഞാൻ പറയാണ് പ്രിൻറ്റ് ചെയ്യാൻ പറയാണ്. പ്രിൻറ്റ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മളിപ്പം ഫോണിൻ്റെ ആട്രിബ്യൂട്ട്സ് കൊടുത്തു, അതായത് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പാസ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, മറ്റുള്ള കാര്യത്തിന് വേണ്ടി ഇത് സ്റ്റോർ ചെയ്യേണ്ട നിർബന്ധമാണ്. അതായത് ഇൻസ്റ്റൻസിലേക്ക് കൊടുക്കുന്ന കോൺഫിഗറേഷൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻസ്റ്റൻസ് വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻസ്റ്റൻസ് എങ്ങനെയാണ്, അപ്പം ഈ സെൽഫാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയേണ്ടത് ഇത് പാരാമീറ്ററൈസ്ഡ് അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ സെൽഫാണ് നമ്മുടെ ഒബ്ജക്റ്റ്. സെൽഫ് ഡോട്ട് കളറാണ് നമ്മുടെ ഇൻസ്റ്റൻസിൻ്റെ ആർഗ്യുമെൻറ്റ്. നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന വാല്യൂ എന്താണ്, കളർ എന്ന് പറഞ്ഞ വാല്യൂ ഇതാണ്, ബ്ലാക്ക് ആണ്. നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ് ഇതെല്ലാം ഇതിൻ്റെ വേരിയബിളാണ്. സെയിം പേര് തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് വേണമെങ്കിൽ ഈ പറഞ്ഞ കളറിനകത്ത് വേറെ മാറ്റി കൊടുക്കാം, പക്ഷേ റീഡബിലിറ്റിയും കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി രണ്ടായിട്ട് ഒന്നിച്ച് കൊടുക്കുന്നത് നല്ലത്. ഈ കളർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ബ്ലാക്ക് വേരിയബിളാണ്. വേരിയബിൾ ഇതിലേക്ക് കൊടുക്കുന്ന വാല്യൂസിനെ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അതിനുശേഷം ഇതിലേക്ക് കൊണ്ടുവന്ന് അസൈൻ ചെയ്യുന്നു. അപ്പോൾ കളറാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം പറയുന്നു സെൽഫ് ഡോട്ട് സ്റ്റോറേജ് ഈസ് ഈക്വൽ ടു സ്റ്റോറേജ്. എന്താണോ നമ്മൾ കൊടുക്കാൻ പോകുന്നതിന് സ്റ്റോറേജ്, ആ സ്റ്റോറേജ് ആണ്. അപ്പോൾ അവിടുത്തെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ, ആ വൈറ്റ് കളറിലുള്ള കളർ ഈസ് ഈക്വൽ ടു ബ്ലാക്കായി. അതിനുശേഷം സ്റ്റോറേജ് എന്ന് പറഞ്ഞത് 256 ആയി. ഞാൻ ഇതിൻ്റെ കേസാണ് പറയുന്നത്, ലെഫ്റ്റ് സൈഡ് അല്ല. ലെഫ്റ്റ് സൈഡ് നിങ്ങളുടെ വേരിയബിൾസ് ആണ്, എന്തും ചെയ്യാം, ഡസൻറ്റ് മാറ്റർ വാട്ട് യു ആർ ഗിവിങ്. അതിനുശേഷം പറയാണ് ഓക്കെ ഹിയർ ദിസ് ഈസ് എ ഫോൺ ഫ്രം സാംസങ്. അപ്പോൾ പറയാണ്, ഞാൻ പറഞ്ഞു കൊടുക്കണം മോഡൽ. അപ്പം മനസ്സിലാക്കുക, മോഡൽ എന്നുള്ളത് മോഡൽ തന്നെ വിളിക്കാൻ കാരണം എന്താണ്, അത് ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്, ഇൻസ്റ്റൻസിൻ്റെ അല്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഡേറ്റ വരുന്നത് എവിടെ നിന്നാണ്, ക്ലാസ് ആട്രിബ്യൂട്ട്സ് എന്നാണ്. ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, കോൺസ്റ്റൻ്റ് പാരാമീറ്റേഴ്സ് ആയിരിക്കും, മാറത്തില്ല. ഫ്രം മോഡൽ വിത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് സെൽഫ് ഡോട്ട് കളർ. കാരണം നമ്മുടെ വേരിയബിൾ ഇപ്പോൾ എന്താണ്, സെൽഫ് ഡോട്ട് കളറാണ്. അതാണ് നമ്മുടെ ഇൻസ്റ്റൻസിൻ്റെ ആട്രിബ്യൂട്ട്. സെൽഫ് ഡോട്ട് കളർ ആൻഡ് സെൽഫ് ഡോട്ട് സ്റ്റോറേജ്. അപ്പോൾ എന്താണ്, നമ്മളുടെ ബ്ലാക്ക് കളറും 256 GB സ്റ്റോറേജ് ഉള്ള ഒരു ഫോണാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അതിനുശേഷം പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് S22 എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് ഉണ്ടാക്കിയത് നമ്മളൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കുകയാണ്. സെൽഫ് ഡോട്ട് മോഡൽ അങ്ങനെ എനിക്ക് മിസ്റ്റേക്ക് വന്നു തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഒബ്ജക്റ്റ് മെമ്മറിയിൽ ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇത് വേറെ എവിടെയാണല്ലോ റൺ ചെയ്തത്, ഫോൺ ഒബ്ജക്റ്റ്.
നോക്കട്ടെ, ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യായിരുന്നു നോക്കട്ടെ. ഓക്കെ, സോറി. ഇത് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞല്ലോ, പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നേരത്തെ. ആ റിട്ടേണിൻ്റെ കീവേഡ് നമ്മൾ മനസ്സിലാക്കുക. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ടഫാവും. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? പ്രിൻറ്റ് ചെയ്തു. നമ്മൾ മറ്റേത് ചെയ്യാൻ പറഞ്ഞപ്പം ഇത് S28 പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്താ, റിട്ടേൺ ചെയ്തില്ല, സംവെയർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് ചെയ്തു? പ്രിൻറ്റ് ചെയ്ത് വെച്ചെന്നില്ല. അപ്പോൾ നമുക്കറിയാം, ഇത് ഞാൻ മനസ്സിലായത് സെൽഫ് ഡോട്ട് മോഡൽ എന്ന് വെച്ചാൽ എല്ലാം സെൽഫ് എന്ന് വെച്ചാൽ ഫോണിൻ്റെ ആട്രിബ്യൂട്ട്സ് മുഴുവൻ S20 മാറിയില്ലേ. അപ്പം പിന്നെ മൊത്തം ഇനി നമ്മൾ സെൽഫ് ഒബ്ജക്റ്റിൻ്റെ പേരിലാണ് ബാക്കി എല്ലാ വേരിയബിൾസിനെയും കോൾ ചെയ്യുന്നത്. ആ വേരിയബിൾ കോൾ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ പേര് ഡോട്ട് എന്താണോ നമ്മുടെ വേരിയബിൾ, ആ വേരിയബിളിനെ കോൾ ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതുവരെ ഞാൻ എന്ത് ചെയ്തു, ക്ലാസ് എന്ന് പറഞ്ഞ സാധനം ഞാനിവിടെ നിർത്തുകയാണ്. കാരണം ഇനി കുറച്ചുകൂടെ ഉണ്ട്, ഇൻഹെറിറ്റൻസ് ഉണ്ട്, പോളിമോർഫിസം ഉണ്ട്. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ ഇതൊന്നുകൂടെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ. കാരണം അടുത്തതിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ ടഫാവും. അതിനകത്ത് കുറച്ചുകൂടെ വേറൊരു അഡീഷണൽ മോഡ്യൂളോട് എന്താ പറയുക, ഫംഗ്ഷൻസ് കൂടെ വരുന്നുണ്ട്. ആ ഫംഗ്ഷൻ മനസ്സിലാക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ക്ലാസ് എന്ന് പറഞ്ഞൊരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ ഒരു ഡിസൈനാണ്. ആ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഒബ്ജക്ട്സിലേക്കും പോകുന്ന ഡിസൈനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞത് എല്ലാത്തിലേക്കും ഇൻഹെറിറ്റ് ചെയ്യുന്നത്, എല്ലാത്തിലേക്കും പോകുന്ന സാധനമാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾക്ക് എല്ലാത്തിലേക്കും ഒരേപോലെ എത്തണമെങ്കിൽ മാത്രമാണ് ഈ ആട്രിബ്യൂട്ട്സ് ഡിഫൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആവശ്യമില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു ക്ലാസ്സിനെ കോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ടാകലാണ്, ക്രിയേറ്റ് ചെയ്യലാണ്. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡണ്ടർ ഇനിറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതിലേക്കുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സെൽഫ് ഒബ്ജക്റ്റ് തന്നെയാണ്. അപ്പം രണ്ടാമത് ഈ പറഞ്ഞ ബാക്കി നിങ്ങൾക്ക് എന്തൊക്കെയാണോ കസ്റ്റമൈസ് ചെയ്യേണ്ട പാരാമീറ്റർ, ആ പാരാമീറ്റേഴ്സ് കൊടുക്കലാണ്. പിന്നീട് ഞാൻ പറഞ്ഞു ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെയിം ഓഫ് ദി ഇൻസ്റ്റൻസ് ഡോട്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ എന്താണോ ആട്രിബ്യൂട്ട് കൊടുക്കേണ്ടത് ആ ആട്രിബ്യൂട്ടിൻ്റെ പേര് കൊടുക്കുക. ഈസ് ഈക്വൽ ടു വാട്ട് നിങ്ങളുടെ പാരാമീറ്ററിൻ്റെ വാല്യൂ ആയിരിക്കും അപ്പോൾ റീപ്ലേസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞു സെൽഫ് ഡോട്ട് മോഡൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ആട്രിബ്യൂട്ടും അങ്ങനെ തന്നെ കൊടുക്കണം. കാരണം നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നാണ് ബാക്കിയുള്ള ഡേറ്റാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ എപ്പോഴും ആ ഒബ്ജക്റ്റിനകത്തായിരിക്കും നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സെൽഫ് ഡോട്ട് മോഡൽ സെൽഫ് ഡോട്ട് കളർ എന്ന് കൊടുത്തത്. അതിൽ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക. അടുത്ത സെഷനിലേക്ക് ഞാൻ പോകുമ്പോൾ ഇതിൻ്റെ ഒരു ബെറ്റർ എക്സ്പ്ലനേഷൻ ഇടാം. ഇൻഹെറിറ്റൻസ് കവർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇറങ്ങിക്കൊണ്ട് ബാക്കിയുള്ള യൂസ് കേസസ് നോക്കി നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് ടൈം.